അപ്പോ വസന്തിന്റെ നിലപാട് പ്രകാരം ഈ 32,000 എന്നുള്ള ആ നമ്പറാണ് വിഷയം. ആ നമ്പർ പോയി കഴിഞ്ഞാൽ, നമ്പറിന്റെ പ്രശ്നം മാറിയാൽ കോൺഗ്രസിന്റെ പ്രശ്നം തീർന്നു. അങ്ങനെയെങ്കിൽ ഈ കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുമോ? ഞാൻ നമ്പർ മാത്രമല്ലല്ലോ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഒരു ജനറലൈസേഷൻ അതും കൂടെ മാറണം. ഇല്ല, ജനറലൈസേഷൻ എവിടെയാണ്? ഇപ്പൊ ഞാൻ പേര് തന്നെ ജനറലൈസേഷൻ ആണ്. കേരള സ്റ്റോറി എന്നുള്ള പേര് തന്നെ ജനറലൈസേഷൻ. ക്രൈസ്തവരിൽ ചില ആളുകളെ, ചില ക്രിമിനൽ സ്വഭാവമുള്ളവരെ കുറിച്ച് ആരെങ്കിലും മീഡിയാസിൽ പറഞ്ഞത് കൊണ്ട് അത് ക്രൈസ്തവരെ മൊത്തം ബാധിക്കപ്പെടുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. ഞങ്ങളത് അപ്പളെ തള്ളിക്കളയും, ആ വ്യക്തികളെ തള്ളിക്കളയും. അതാണ് ഞങ്ങളുടെ നിലപാട്. എന്തുകൊണ്ട് ഒരു സമൂഹത്തെ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കുന്നു? അത് നിങ്ങളാണ് ജനറലൈസ് ചെയ്തിട്ട് വെടക്കാക്കി തനിക്കാക്കാനുള്ള ശ്രമം നടത്തുന്നത്. അത് തെറ്റാണ്. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഭീകരവാദികളായിട്ടുള്ള ആളുകളെ കുറിച്ച് മാത്രമാണ്. ഭീകരവാദികളായിട്ടുള്ള ആളുകളെ കുറിച്ച് മാത്രമാണ്. ഒരു സമൂഹത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. കാരണം അവര് പോലും, അങ്ങനെയുള്ള ആ സമൂഹം, നിങ്ങൾ പറയുന്നതായ ആ സമൂഹം പോലും ഞങ്ങളുടെ സഹോദരങ്ങളായി ഞങ്ങളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുന്നവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ രാഷ്ട്രീയക്കാര് അതിനെ ജനറലൈസ് ചെയ്തിട്ട് ഇത് നിങ്ങളെ ഉദ്ദേശിച്ചാണ്, നിങ്ങളെ തന്നെയാണ്, നിങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് അവരെ മുഴുവനായിട്ട് കാടടച്ച് വെടിവെക്കുന്ന ഒരു സ്വഭാവം നടത്തുന്നു. അത് തെറ്റാണ്. അത് നിർത്തിയില്ലെങ്കിൽ കേരളം വളരെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോകും. ഞാൻ വളരെ ഭയപ്പെടുകയാണ്. കാരണം മുൻകാലത്തുണ്ടായിരുന്നതിനേക്കാളും എത്രയോ അധികം മനസ്സ് തമ്മിൽ അന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഇവിടുത്തെ താൽക്കാലികമായ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു കാര്യത്തെ പോലും നിങ്ങൾ പർവ്വതീകരിക്കുകയും അതിനെ ജനറലൈസ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അത് നിർത്തണം. തീവ്രവാദത്തെ തീവ്രമായി തന്നെ കാണാനും അതിനെ ചെറുക്കാനുള്ള ഒരു ആർജവം അതുണ്ടാക്കണം. രാഷ്ട്രീയക്കാരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം. അപ്പോൾ മാത്രമേ ഇവിടെ സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുള്ളൂ.